എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ടൂൾ ബേസ്ഡ് കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതിൽ യു ആർ ജസ്റ്റ് സ്പോയിലിംഗ് യുവർ കരിയർ ഇൻ എത്തിക്കൽ ഹാക്കിംഗ്. പ്രോഗ്രാമിങ്ങിൻ്റെ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ് ഒരു കരിയർ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ടൂൾസ് ബിൽഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ടാവത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ദ സർട്ടിഫിക്കേഷൻ. ഏത് സർട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ? നിങ്ങൾ വെറും ഫൗണ്ടേഷണൽ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കോംഷിയുടെ സെക്യൂരിറ്റി പ്ലസും അതേപോലെ തന്നെ ഈസി കൗൺസിലിൻ്റെ CH എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനാണ് എടുക്കുന്നതിൽ യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് ബേസിക് നോളജ് ഓഫ് സർട്ടിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ സൈബർ ബി അക്കാഡമി നിങ്ങൾക്ക് തരാൻ പോകുന്നത് INE സെക്യൂരിറ്റിയുടെ EJPT എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ആയിരിക്കും. കാരണം EJPT സർട്ടിഫിക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലായിരിക്കും. ഹിയർ യു ക്യാൻ സീ ദ റിസൾട്ട് ഫ്രം ദ ഗൂഗിൾ ഇറ്റ്സെൽഫ്. എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ എത്തിക്കൽ ഹാക്കിങ്ങിൽ അപ്ലൈ ആവുന്നു എന്ന കോൺസെപ്റ്റും കൂടെ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ വാല്യുബിൾ ഫോർ യു. അതേപോലെ തന്നെ പലർക്കും വരുന്നൊരു ഡൗട്ടാണ് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കാൻ 3 month 4 month ഡ്യൂറേഷൻ മതിയാവുന്നത്. ഈ 3 month 4 month ഡ്യൂറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷണൽ നോളജ് മാത്രമേ കിട്ടത്തുള്ളൂ. അറ്റ് സൈബർ ബി അക്കാഡമി നിങ്ങൾക്ക് വരുന്നത് 1 year ഡ്യൂറേഷൻ ആയിരിക്കും. ആൻഡ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് 100% ടോപ്പ് മെൻറ്റേഴ്സ് ആയിരിക്കും. കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള മെൻറ്റേഴ്സിന് മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർലി പഠിപ്പിച്ചു തരാൻ കഴിയത്തുള്ളൂ. ലെറ്റ്സ് മീറ്റ് അറ്റ് സൈബർ ബി അക്കാഡമി ഫോർ യുവർ എത്തിക്കൽ ഹാക്കിംഗ് കരിയർ.